സോ ഹേ ഗായ്സ്, നമ്മൾ ഇന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്ലോക്രാഫ്റ്റിൻ്റെ സർവൈവ് ചെയ്യാൻ പോകുന്നത് ഗായ്സ്. സർവൈവ് ചെയ്യാൻ കുറേ നമ്മൾ വേണം വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. നമുക്ക് മരം വെട്ടാം ഗൈസ്. നമ്മൾ ഇനി തൊട്ട് നമ്മൾ വീഡിയോസൊക്കെ വരും ഗൈസ്. ഷോർട്സ് മാത്രമല്ല വീഡിയോസൊക്കെ വരും. നമുക്കിനി മരം വെട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ പണിയണം. അയ്യോ എടാ ഞാനെന്ത് പൊട്ടനാണ്. ഓക്കെ നമുക്ക് മൊത്തം ഇത് വെട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതുണ്ടാക്കാം. ഇതൊക്കെ ഇതുപോലത്തെ വുഡ് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. കുറച്ച് തടി വേണം. ഓക്കെ തടി ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഒരു പിക്കാക്സ് മതി. അവിടെ ഒരു ഗുഹയല്ലാതെ കൊണ്ട് അവിടെ കണ്ടില്ലേ കുറച്ച് കല്ലുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് കല്ല് വെട്ടിയിട്ട് ബാക്കിയെല്ലാം പണി ചെയ്യാം. ബാക്കിയെല്ലാം കല്ലുണ്ട്. അതുകൊണ്ട് ഗൈസ് പട്ടി ഗൈസ് നമ്മൾ സർവൈവ് ചെയ്യുന്നിടത്ത് കുറച്ച് എല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പട്ടി തപ്പി ഇറങ്ങിയ ഓരോ പട്ടിയും കാണത്തില്ല. അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇവിടെ മൊത്തം ഇങ്ങനെ കല്ല് വെട്ടാം ഗൈസ്. ഓക്കെ കല്ല് വെട്ടുവാണ് ഗൈസ്. ഓക്കെ ഗൈസ് നമ്മൾ കല്ല് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിയും അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ നിന്ന് വെച്ചത്? അയ്യോ അത് മറന്നുപോയോ? ഇല്ല കിട്ടി ഗൈസ്. ഓക്കെ നമുക്കിനി നല്ല വാളുണ്ടാക്കണം, ആക്സ് ഉണ്ടാക്കണം, പിക്കാക്സ് ഉണ്ടാക്കണം, കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ നമുക്കിനിയും ഇത് വെട്ടിച്ചിട്ടിട്ട് നമുക്കിനി വില്ലേജ് കണ്ടെത്തിടങ്ങണം ഗൈസ്. ഓക്കെ എവിടാണോ വില്ലേജ് ആർക്കറിയാം. കിട്ടണം കൊണ്ട് കേവൊക്കെ ഉണ്ട്. നമുക്ക് കേവൊന്നും കിട്ടിയിട്ട് നമുക്ക് ശീലം ഉണ്ടാക്കണം. പിന്നെ കുറേ ആർമറൊക്കെ ഇടണം. അത് കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി ചെയ്യാൻ കിടപ്പുണ്ട്. ഇതുകൊണ്ടോ പട്ടി ഇത് ചെയ്യാനൊക്കെ ഇവിടെയൊക്കെ പട്ടിയാണേ. ഏതാണ്ട് ഓക്കെ എങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു പിടിയുമില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി കറങ്ങി അടിച്ച് വരാം. വരത്തില്ല, നമ്മൾ വില്ലേജ് നിർത്തിയിട്ടേ വരത്തുള്ളൂ ഗൈസ്. ഇന്നത്തെ ടാർഗറ്റ് വില്ലേജാണ്. വില്ലേജ് കണ്ടിട്ടാണ് ഗൈസ്. എപ്പോൾ കിട്ടുവാണെന്തോ എന്തോ വില്ലേജ് നമുക്ക് നോക്കട്ടെ വില്ലേജ്. ഓക്കെ ഗൈസ് നമ്മൾ കുറേ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും കുറേ ഇതൊക്കെ കിട്ടിയായിരുന്നു. ഓ ഗൈസ് കുറേ ഡ്രസ്സ് മറ്റേ ആർമറൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് കുറച്ചായിരുന്നു സാധനം. പിന്നെ ഗൈസ് ഒരു നിക്കർ. യെസ് അവിടെ ഗോൾഡ് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഗോൾഡ് വെക്കാൻ പറ്റത്തില്ല. കണ്ടില്ലേ ഗൈസ് നമുക്ക് ഉടുപ്പിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ കാണിച്ചു തരാം ഗൈസ്. ചുന്ദര കുട്ടപ്പനായി കണ്ടില്ലേ ഗൈസ്. ഭയങ്കര സുന്ദരനാണ്. കണ്ണാടി പോയി നോക്കൂ. അത് അളിഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമായെന്ന് തോന്നുന്നു. നമുക്ക് ഇതൊക്കെ മഞ്ഞ സ്ഥലമാണ് ഗൈസ്. ഇവിടെ അവിടെ ഒരു ഇതുണ്ട്. നമുക്ക് അതെന്ന് വെച്ചാൽ പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് നോക്കാൻ കിട്ടണേ. ഇനി പൊടിച്ചെടുക്കുന്ന സമയം ഒന്ന് കളയണം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റുമോ ഗൈസ്? പിക്കാക്സ് ഈ ഗോൾഡൻ പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് മറ്റേ അത് വെട്ടിയെടുക്കാൻ പറ്റും. ഇല്ല പറ്റത്തില്ലെന്ന് തോന്നുന്നത്. ഒരു ഗോൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ നമുക്ക് കിട്ടുമോ? ഇല്ല കണ്ടില്ലേ. ഗൈസ് നമുക്കത് കിട്ടിയില്ല. നമുക്കത് കുഴപ്പമില്ല. നമുക്ക് ഇന്ന് പോകണം. ഇന്ന് പോകാം ഗൈസ്. നമുക്ക് വില്ലേജിൽ പോകാം. ഓക്കെ ഗൈസ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് ദൈവം വാരിക്കോരി തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ ഇനിയും കിട്ടണം. കിട്ടി. ഓക്കെ നമുക്ക് ഇനി തൊട്ടിപ്പുറത്ത് വന്നതുകൊണ്ട് അതൊന്നും കൂടെ പൊടിച്ചെടുക്കണം. ഓക്കെ കിട്ടി. യെസ് ഇത്രേ ഉള്ളൂ ഗൈസ്. അവിടെ വല്ലതും ഇതുണ്ടോ? അയണോ വല്ലതും ഉണ്ടോ? അവിടെ വലിയൊരു കേവ് ഉണ്ട്. നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷീൽഡൊക്കെ ഉണ്ടാക്കണം. ഇനി ഇതില്ല വിശക്കുന്നു. ലൈഫും ചെറിയ കുറവാണ്. ഓക്കെ നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ മണ്ടക്കോട്ടൊക്കെ കയറണം ഗൈസ്. ഇപ്പോൾ കുറച്ച് കോൾ ഇരിപ്പുണ്ട്. കോൾ കുറച്ച് വെട്ടിയെടുത്തേക്ക് ടോർച്ചൊക്കെ ഉണ്ടാക്കാനും അങ്ങനെ മെൽറ്റ് ചെയ്യാനൊക്കെ കിട്ടണം. മറ്റേ നമ്മൾ ഇതുണ്ടാക്കത്തില്ലേ, എന്തോ ഇരുന്നതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഗൈസ് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇതൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത് തുറക്കാം. ഗൈസ് കുറേ പിക്കാക്സ് ഇട്ടിട്ടുണ്ട്. ഒരു വാൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒബ്സിഡിയം കിട്ടിയിട്ടുണ്ട്. കുറച്ച് അയണിൻ്റെ പറ്റിയ സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കുതിരയുടെ ആർമർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ബോൾ ടീക്കത്തിൻ്റെ ഒരു ബോൾ കിട്ടിയിട്ടുണ്ട്. യെസ് ഗൈസ്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ മറ്റേ ഇതില്ല, ബ്ലോക്കില്ല, മറ്റേ ഗോൾഡൻ ബ്ലോക്ക് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ വെട്ടിയെടുത്തേ. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പുണ്ട് വെട്ടിയെടുത്തേ ഗൈസ്. ചെയ്യാനും ഇവിടെ ഇല്ല. നമുക്ക് ഇനി വില്ലേജിൽ തപ്പാൻ ഇറങ്ങാം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. ഫുഡ് അടിക്കാം. ഇവിടെ കുറച്ച് ആടുകളുണ്ട്. ആടുകൾ തട്ടാം. റെഡിമെയ്ഡ് സ്റ്റാർട്ടർ. ചവട ഓക്കെ. ചാവ് എനിക്ക് സമയമില്ല പെട്ടെന്ന്. ഓക്കെ എന്തി ഇനിയുണ്ട്. ഇതിനുള്ളൂ കുറേ ഫുഡായിട്ട്. ദൈവമേ ഞങ്ങൾക്ക് വില്ലേജ് കിട്ടണേ. വില്ലേജ് കിട്ടി
ഗേസ് കുറേ നേരത്തെ കഷ്ടപ്പാട് ശേഷം നമ്മൾ വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഗേസ് കുറേ നേരം എടുത്ത് ഗേസ് വില്ലേജ് തപ്പാൻ. അതുകൊണ്ട് അയൻകോളം നിൽക്കുന്നവർ ഊപ്പയും നിൽക്കുന്നുണ്ട് ഇവിടെ. തട്ടിയേക്കാം ഗായ്സ്, കണ്ടില്ലേ? നമ്മൾ കുറേ നേരത്തിന് ശേഷം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, പറയുന്നത് ഇതെന്ത് എനിക്ക് പറയുന്നത് ഇഷ്ടമല്ല. അവരുടെ സൗണ്ട് കണ്ടോ? റീസ്പോൺ പോയിന്റ്. ഇവിടുത്തെ അയൻകോളൊക്കെ നീക്കുകൊണ്ട് കുറച്ച് ക്യാരറ്റ് കിട്ടിയെടുത്തേക്കാം. എനിക്കും വേണം നിങ്ങളെ മാത്രം വെട്ടിയെടുത്താൽ പോരാ. മാറും ഗൈസ്. നമുക്കിനി എന്തെങ്കിലും ഒരു ദിവസം മൈൻക്രാഫ്റ്റ് കളിക്കാൻ പറ്റണം. അതൊക്കെ ഒരു സ്വപ്നമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ട് നമുക്ക് ഫുഡ് അടിക്കാം. ഓക്കെ, അല്ല ഫുഡ് കയറുന്നില്ല. പക്ഷേ അയൻകോള സുഖമല്ലേ, കുറച്ച് ഫുഡ് തരാമോ? പിന്നെ ഫുഡാക്കും ഞാൻ. അല്ല, ഇതിനെ വെച്ച് കുറേ ആർമറൊക്കെ ഉണ്ടാക്കും. ഫുഡാക്കുന്നില്ല, ആർമർ ഉണ്ടാക്കും. ഓക്കെ ഗൈസ്, അവിടെയൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് നല്ല ഈ കണ്ടില്ലേ കോരി. ഓക്കെ, നമുക്ക് ഇവിടെ എല്ലാം ടെസ്റ്റ് എടുക്കുക. ഓക്കെ, നമുക്കിനിയും എന്തും ഉണ്ടാക്കണമെന്ന് ഒരു പിടിയില്ല. നമുക്ക് എന്തും ഉണ്ടാക്കേണ്ടത് ആർക്കറിയാം. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് ഉണ്ടാക്കേണ്ടത് കുറച്ച് ടോർച്ച് വേണം. കുറച്ച് ഒരു 2 അയൺ ഇരിപ്പുണ്ട്. കാരണം 2 അയൺ ഉണ്ടാക്കാം. ഷീൽഡും കൂടെ ഉണ്ടാക്കണം ഗൈസ്. കുറച്ച് തടി വേണം ഗൈസ്. ഇനി തടി നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് തടി ഉണ്ട്. തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഈ കിട്ടി നമുക്ക് ഇനി കിട്ടും ഗൈസ്. ഈ ഷീൽഡായിട്ടുണ്ട്. ഷീൽഡ് നമുക്ക് ഇനി ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് എന്ത് ചെയ്യുക? അതൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കഷ്ടം. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. വേണ്ട. ഓക്കെ, ടോർച്ച് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്ര മതി. ഓക്കെ, നമുക്ക് ഇനി ചുമ്മാ നോക്കിയൊക്കെ വല്ലതും കിട്ടുമോയെന്ന് രസം. ഓക്കെ, ഇനി നമുക്ക് ഇതുണ്ടാക്കണം. എൻ്റെ പേരെന്തെന്ന് എനിക്ക് മറന്നുപോയി. ഓക്കെ ഗൈസ്, നമുക്കിനി മൈനിങ്ങിന് പോവാം. ഈ രാത്രി ആവാറായി. നമുക്ക് ഈ നൈറ്റ് സ്കിപ്പ് ചെയ്ത് വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യില്ല, നമ്മൾ കിടന്ന് ഉറങ്ങണം. പക്ഷേ നമുക്ക് ഇപ്പോൾ തന്നെ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. കണ്ടില്ലേ, രാത്രി നമ്മളിപ്പോൾ തുടക്കം മാത്രമേ ഉള്ളൂ. നമ്മളിനി ഇതിൻ്റെ കുറേ പാർട്സിലുന്നതായിരിക്കും. ഓക്കെ, ബെല്ലടിച്ചേക്കല്ലേ ഇവന്മാരെല്ലാം. അല്ലെങ്കിൽ ഇവന്മാരിങ്ങനെ ഓടിച്ചാടി സോംബീസിനെ ഏലൊക്കെ കിടന്ന് പേടും. ഓക്കെ, നമുക്ക് വീട്ടിൽ കയറി കിടന്നുറങ്ങാം. എൻ്റെ ഈ വീട്ടിൽ എന്ത് ഊപ്പാ? ഈ വീട് ഊപ്പയുടെ സ്വന്തമാണോ? ഊപ്പേ സുഖല്ലേ? എൻ്റെ ആത്മാവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒക്കെ പോവാം. ഊപ്പേ പോടാ. ഓക്കെ, നമുക്ക് ഇനി ഇത് വരുന്നേണ്ടത് കല്ല്. കല്ല് ഫ്രാൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഇങ്ങോട്ടൊന്നും ഒരു പിടിയില്ല. കിട്ടി. പൊട്ടൻ ഗ്രാവലായിരുന്നു. ഇവിടെ എന്നെ ഇപ്പോഴത്തെ പൊട്ടൻ ഈ ലോകത്തെ കാണത്തില്ലെന്ന് ഞാൻ തന്നെ ഇങ്ങ് പറയുവാണല്ലോ. ഇവിടെ ചെയ്യാന് നമുക്കിനി കല്ല് എവിടെ നിന്ന് കിട്ടാനാ ഗൈസ്? കഷ്ടമാണ് കല്ല് കിട്ടാൻ. വേണ്ടിയിരിക്കുന്നത് കല്ല്. ഞാനെന്ത് പൊട്ടാനാ ഗൈസ്? കല്ല് കൺമുമ്പിൽ കണ്ടിട്ട് പറയുക കല്ല് കാണുന്നില്ലെന്ന്. കൺമുമ്പിലല്ല, കുറച്ച് ദൂരെയായിരുന്നു. എല്ലാത്തിൻ്റെയും പൊട്ടത്തരും പറയും, അറിയാം. ഓക്കെ, കുറേ കല്ല് ഇട്ടിട്ടുണ്ട് ഗൈസ്. കുറച്ച് കല്ല് വെട്ടയാ. ഓക്കെ ഗൈസ്, നമുക്ക് നീതി പോവാം. ഇവിടെ തണ്ണിമന്തിരിക്കുന്നു, വേണ്ട. പശുമാമയും കൂടെ വെട്ടാം. കുറച്ച് ഫുഡ് തരുമോടി? തന്നില്ലെങ്കിൽ നിന്നെ കറി വയ്ക്കും ഞാൻ. ഞാൻ ഫുഡ് ചോദിച്ചിട്ട് പറയാമോ കറി വയ്ക്കുന്നത്? ഈ പന്നികളെ ഹീറോ ബ്രെയിൻ. എൻ്റെ മുമ്പ് ഹീറോ ബ്രെയിൻ്റെ കളിയാസം നടത്തല്ലേ? കിട്ടിയില്ലേ? കിട്ടി ഫുഡ് കിട്ടി. അതുകൊണ്ടൊരു വലിയ വില്ലേജല്ല, ഇത് ഒരു വലിയ വീട് ഗൈസ്. അവിടെ നമുക്ക് കയറണം. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഗൈസ്. ഇവിടെയൊക്കെ ഒരു കൊട്ടാരം കൂടി ഒരു വീടുണ്ട്. ഒരു കൊട്ടാരം കൂടി. അതെ, ഇവരെയൊക്കെ നമുക്ക് തല്ലി കൊന്നേക്കാം. നമുക്ക് ഫുഡിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് എന്തുവാ സ്മോക്കറിൽ എന്തോരുണ്ടാക്കണം. മറ്റെന്തോ കുക്കിങ് സാധനം ഉണ്ടാക്കണം. ഓക്കെ, ഫ്രാൻസ്. അയ്യോ, എന്താണ് ഈ സാധനം? അയ്യോ, എന്തോ സാധനം. അയ്യോ, അതൊന്നുണ്ടാക്കി 2 എണ്ണം കിട്ടിയോ? അറിയില്ല, ഉള്ളതുകൊണ്ട് വേണം. ഓക്കെ, നമുക്ക് ഇതുകൊണ്ട് 12 ഫുഡായിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ? നമുക്ക് മറ്റേ ആടിനെ കൊന്നപ്പോഴാണ്. അതല്ല അയ്യോ, എന്നെ കാണിച്ചു തരാം ഗൈസ്. അതാണ് ഇതാണ് ഗൈസ്. നമുക്ക് അതിൻ്റെ കോളും വെച്ച് നമുക്ക് ഇവിടെ ഇത് ഫുഡ് കുക്ക് ചെയ്യാം. ഇവിടെ കുക്കാവട്ടെ. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ആ വീടൊന്ന് പോയി നോക്കിയിട്ട് വരാം.
അവിടെ വീട് ചെസ്റ്റ് ചെയ്യുന്നത് വല്ലതും ഡയമണ്ട് വല്ലതും കണ്ടാലോ. യെസ് അവിടേക്ക് ഇവിടെ നിന്ന് കയറി പോവാം. ഡയമണ്ടൊക്കെ കാണുവാണെങ്കിൽ മോനെ പെവറായിരിക്കും. പെവർ. ഓക്കെ. നല്ല വീടാന്ന് തോന്നുന്നു. നമുക്ക് കയറി നോക്കാം. നോക്കട്ടെ. ഈയോടാ ഈ ലൈബ്രറി ആയിരുന്നു. ചെസ്റ്റ് വല്ലതും കാണുമോ മണ്ടയ്ക്ക്? നോക്കാം. ഈയോടെ ഇവന്മാർക്ക് എന്തുവാണ്, ഒന്നും പണിയെടുക്കത്തില്ലേ? മറ്റേ കൃഷി ചെയ്യുന്ന വില്ലേജേഴ്സ് തന്നെ വേണം ഇവിടെ നിർത്താൻ. അവന്മാരാണെങ്കിൽ ഏതെങ്കിലും ഫുഡെങ്കിലും കൊണ്ടുവയ്ക്കും. ഇവന്മാരൊന്നും കൊണ്ടുവയ്ക്കത്തില്ല. ചുമ്മാ പഠിക്കാനായിട്ട് മാത്രമേ നടക്കും. അല്ല, പഠിക്കുന്നത് നല്ലതാണ്. എല്ലാം കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് പൊട്ടനെ. എല്ലാം കൂടെ പറഞ്ഞ് ഞാനങ്ങ് കയറ്റും. ഓക്കെ ഗൈസ്, കുറേ 5 ഫുഡായിട്ടുണ്ട് ഗൈസ്. പകുതിയും കൂടെ ഫുഡാക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വൂള് വെക്കാൻ പറ്റുമോ ഇവിടെ? വെക്കാൻ പറ്റുമോ? നമുക്ക് കോളെടുത്ത് മാറ്റിയിട്ട് വെച്ച് നോക്കാം. നോക്കട്ടെ. നമുക്ക് വൂള് വെക്കാൻ പറ്റുന്നത് നല്ല. എനിക്ക് 7 വൂള് ചുമ്മാ കിടക്കുക. പറ്റത്തില്ല. ഇപ്പോൾ എന്ത് വെച്ച് മെൽറ്റ് ചെയ്യും? ഞാൻ കുക്ക് ചെയ്യും. ഓക്കെ. ആ ചെസ്റ്റെങ്കിലും പോട്ടെ. ഒരു ചെസ്റ്റ്. ഇവന്മാരുടെ ചെസ്റ്റൊക്കെ അടിച്ച് മാറ്റാം. ഇവന്മാർ ചെസ്റ്റും ഇത് വെക്കത്തില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും ഗൈസ്. നമ്മൾ 25 ദിവസം സർവൈവ് ചെയ്യും. പിന്നെ നമ്മുടെ ഒന്നുമില്ല, നമ്മൾ ലൈക്ക് ടാർഗറ്റ് ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ കുറച്ചും കൂടെ വളരാനുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ. ബൈ.